ചരിത്ര പഠനത്തിന്റെ അടിസ്ഥാന ഉദ്ദേശ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യുക, അത് എടുത്തണിയുക എന്നതാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആമുഖം ദീർഘിപ്പിക്കാതെ നേർക്കുനേരെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. ലോകത്ത് ഏതൊരു പ്രസ്ഥാനവും ഏതൊരു മത വിഭാഗമായാലും അതിന് വിജയം ലഭിക്കണമെങ്കിൽ ത്യാഗവും പരിശ്രമവും അനിവാര്യമാണ്. അത് ഭൗതിക പ്രസ്ഥാനങ്ങളായാലും ശരി, അതല്ലാത്ത ധാർമ്മികതയിൽ ഊന്നി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളായാലും ശരി, അവരുദ്ദേശിച്ച ഒരു വിധാനത്തിലേക്ക് ആ സംഘടനയെ, പ്രസ്ഥാനത്തെ എത്തിക്കണമെങ്കിൽ അതിന് പരിശ്രമം ആവശ്യമാണ്. അതിന്റെ പേരിൽ ത്യാഗവും, അതിന്റെ പേരിൽ വിലപ്പെട്ടത് പലതും ത്യജിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. എങ്കിലേ അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും. ഇസ്ലാമത പ്രചരണവും അതിന് വിരുദ്ധമല്ല. പക്ഷേ ഇതര പ്രസ്ഥാനങ്ങളും മതങ്ങളും അവരുടെ വിശ്വാസാചാരാനുഷ്ഠാനങ്ങൾ പ്രചരിപ്പിക്കുന്ന മേഖലയിൽ സഹിക്കുന്ന ത്യാഗവും പരിശ്രമവും പോലെയല്ല ഒരു വിശ്വാസിയുടെ പരിശ്രമങ്ങളും അധ്വാനവും. അത് അജഗജാന്തരമുണ്ട് എന്ന് ചരിത്രകാരന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ വലിയ വ്യത്യാസമുണ്ട് എന്ന് പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ നിന്നും ചരിത്ര താളുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ പറ്റുന്ന കാര്യമാണ്. ത്യാഗം സഹിക്കാതെ, പീഡനം പേറാതെ, സഹനത്തിന്റെ കനൽ പാദങ്ങളിലൂടെ നടന്നു പോകാതെ ഒരാൾക്കും വിജയത്തിൽ എത്തിച്ചേരുക സാധ്യമല്ല എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അഇമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, ഈ മൊബൈൽ ഇങ്ങനെ കളിച്ചിരിക്കുന്ന സുഖമില്ലട്ടെ. ഈ വിജ്ഞാന സദസ്സിലെ ഒന്നെങ്കിലും ക്ലാസ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പുറത്തു പോയി മൊബൈൽ നോക്കുക. അതൊരു വിജ്ഞാന സദസ്സിൽ ചേർന്നതല്ല. ഒരുപക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാകാം, നമ്മളോട് പറയുന്നതിനേക്കാൾ നമുക്ക് വിഷയങ്ങൾ അറിയുന്നുണ്ടാവും. ഒക്കെ ആണെങ്കിലും നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ പുറത്തു പോവുക, അതായിരിക്കും നല്ലത്. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലയോട് ഒരാൾ ചോദിച്ചു, ഒരാൾക്ക് ദുന്യാവിൽ, ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം അല്ലൊരു മതം എന്താവട്ടെ, ഭൂമിയിൽ സ്വാധീനം ലഭിക്കുന്നതാണോ അതോ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്നതാണോ നല്ലത്? ഭൂമിയിൽ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാധീനവും അതിനുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നു. വേറൊരാൾക്ക് ധാരാളമായി പരീക്ഷണങ്ങളും ഉണ്ടാകുന്നു. ഇതിൽ ഏതാണ് ഖൈർ? ഒരു പരീക്ഷണത്തിന് വിധേയനാകാതെ ഭൂമിയിൽ സ്വാധീനം ലഭിക്കുകയും നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കും അതിന് പ്രചാരം കിട്ടുന്നതും, ഒരു പരീക്ഷണവും ധാരാളമായി പരീക്ഷണം ഉണ്ടായി ഈ ഒരു വിധാനത്തിലേക്ക് എത്തിപ്പെടുന്നതുമായാൽ ഇതിൽ ഏതാണ് ഉത്തമം എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. എന്നിട്ട് അദ്ദേഹം ഉലുൽ നസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരെ എണ്ണിപ്പറഞ്ഞു. ലോകത്ത് വന്ന പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠരായ 5 പേരെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം.
മഹാനായ നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരാണ് ഉലുൽ അസ്ം, പ്രവാചകന്മാരിലെ അതിശ്രേഷ്ഠരായ ഈ 5 പേരെ പരാമർശിച്ച ശേഷം മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇവരെല്ലാവരും കടുത്ത പരീക്ഷണത്തിന് വിധേയരായ ആളുകളാണ്. കടുത്ത പരീക്ഷണത്തിന് വിധേയരായ ശേഷമാണ് അവർ പ്രചരിപ്പിച്ചിട്ടുള്ള ഈ സത്യത്തിന് വ്യാപനമുണ്ടായിട്ടുള്ളത് എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു. അവർ ക്ഷമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിൽ കടന്നു വന്ന, അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ അവർ സന്നദ്ധരായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രചരിപ്പിച്ച സത്യത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകി എന്ന് ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് വാചകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യാതൊരുവിധ പരീക്ഷണവും വേദനയും കഷ്ടപ്പാടും അനുഭവിക്കാതെ ഒരാൾക്കും അയാൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ആദർശവും അതിന്റെ പ്രസരണമോ അതിന്റെ വ്യാപനമോ നടക്കുകയേ ഇല്ല. ത്യാഗം സഹിക്കാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക അസാധ്യമാണ് എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ ദീനിന്റെ പ്രചരണം അത് പ്രവാചകന്മാരാണ് അതിന്റെ നായകത്വം വഹിച്ചിരുന്നത്. അവരാണ് ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായ ആളുകളും. അത് സത്യപ്രബോധനമാകുമ്പോൾ ഇതര പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കുണ്ടാകുന്നതിന്റെ പരീക്ഷണത്തിന്റെ കൂടുതൽ, അതിന്റെ ഇരട്ടിയായി പരീക്ഷണങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സത്യപ്രബോധകരെ പരീക്ഷിക്കുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, സത്യവും അസത്യവും വേർതിരിക്കാനാണ്. സത്യവും അസത്യവും വേർതിരിയുന്നത് പരീക്ഷണങ്ങൾ കൊണ്ടാണ്. യാതൊരുവിധ പരീക്ഷണവുമില്ലാതെ സുഖസുന്ദരമായി സ്മൂത്തായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ആരാണ് ദൃഢവിശ്വാസികൾ, ആരാണ് വ്യാജന്മാർ, ഏതാണ് കള്ളനാണയം, ഏതാണ് ശരിയായ വിശ്വാസ വഴിയിലൂടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ആരാണ് ഇന്ന് തിരിച്ചറിയുക സാധ്യമല്ല. ആരാണ് കപടന്മാർ, ആരാണ് ദൃഢവിശ്വാസികൾ എന്ന് തിരിച്ചറിയുക അസാധ്യമായി മാറും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരീക്ഷണത്തിന്റെയും ത്യാഗത്തിന്റെയും ഹിക്മത്തായി അതിന്റെ പാഠമായി പഠിപ്പിക്കുന്നത് സത്യവും അസത്യവും വിവേചിക്കാനാണ്, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സുഭിക്ഷ വേളയിൽ ആളുകളുടെ തനിനിറം മനസ്സിലാക്കുക സാധ്യമല്ല. സുഭിക്ഷമായ ജീവിതമാണ്, ഒരു പരീക്ഷണവുമില്ല, സുഖകരമായ ജീവിതമാണ്. അങ്ങനെ വരുമ്പോൾ ആൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ കപടനാണോ നിഷ്കപടനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് ആളുകളെ വിധേയമാക്കുന്നതിന്റെ ഒരു ഉദ്ദേശ്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പരീക്ഷണം നേരിടാതെ ഒരാളെയും അല്ലാഹു തആല വെറുതെ വിടുകയില്ല. വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിക്കുന്നുവോ അവർ ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന കേവല ഒരു പ്രഖ്യാപനം കൊണ്ട് യാതൊരുവിധ പരീക്ഷണത്തിന് വിധേയരാകാതെ അവരങ്ങ് രക്ഷപ്പെട്ടു പോകും എന്നവർ വിചാരിക്കുന്നുവോ? അങ്ങനെ ധാരണ വേണ്ട എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വേറെയും ഇത് സംബന്ധമായ ആയത്തുകളിൽ കാണാം. വിശ്വാസികളാണെന്ന കേവല പ്രഖ്യാപനം കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് കടന്നു കയറാം എന്ന് ആരും ധരിക്കേണ്ടതില്ല. കടുത്ത പരീക്ഷണത്തിന് വിധേയരായിട്ട്
സ്വർഗത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്ത് പൂർവകാല പ്രവാചകന്മാരുടെ ചരിത്രം അനാവരണം ചെയ്യുന്ന വേളയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അശദ്ദുന്നാസി ബലാഗന്നൽ അംബിയ, മനുഷ്യരിൽ ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയരാകുന്നവർ പ്രവാചകന്മാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പൂർവകാല ജനതയുടെ, പൂർവകാല വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള കടുത്ത പരീക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചൊല്ലിത്തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പൂർവകാലങ്ങളിൽ വിശ്വാസികളായി എന്ന ഒറ്റ കാരണത്താൽ അവരെ കൊണ്ടുവന്ന് കഴുത്തോളം ആഴത്തിലുള്ള കുഴിവെട്ടി അതിലവരെ ഇറക്കി നിർത്തി അവരുടെ മൂർധാവിൽ മിന്നിത്തിളങ്ങുന്ന മൂർച്ചയുള്ള, അതീവ മൂർച്ചയുള്ള വാള് അവരുടെ മൂർധാവിൽ വെച്ച് അവിടെ ശരീരം രണ്ടായി പിളർത്തിയ സംഭവങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അത്രയും കടുത്ത പരീക്ഷണങ്ങൾ, മരം ഈരുന്ന വാളുപയോഗിച്ച് പച്ചയായ മനുഷ്യന്റെ ശരീരം രണ്ടായി പിളർത്തിയ അനുഭവങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുചരന്മാരുടെയും ജീവിതത്തിലും സമാനമായ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള, സമാനമായ തത്തുല്യമായ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള സ്വഹാബികളെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇവിടെ നിന്നങ്ങോട്ടുള്ള ചരിത്ര വായനയിൽ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഈ ഒരു പീഡന ചരിത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചിട്ടുള്ള, അവിടുന്ന് നേരിട്ടിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചില ക്ലാസ്സുകളിൽ, ഏതാനും ക്ലാസ്സുകളിൽ സ്വഹാബത്ത് അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ ഒരു തുടക്കം കുറിക്കുകയാണ്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും കൂടുതൽ കടുത്ത പരീക്ഷണത്തിന് വിധേയനായിട്ടുള്ളത്. അത് ശാരീരികമായ പീഡനം മാത്രമല്ല, മാനസികമായ പീഡനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ശത്രുക്കൾ ആദ്യമായി ശ്രമിച്ചിട്ടുള്ളത് അബൂ താലിബിനെ പിടിക്കാനാണ്. നിങ്ങൾ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, ഏത് പ്രവാചകന്മാരുടെയും ശത്രുക്കൾ അവരാ പ്രവാചകന്മാരെ അവർ കൊണ്ടുവന്ന ഈ സത്യപ്രകാശത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്ന ചില രീതികളുണ്ട്. ഒന്ന് പ്രലോഭനമാണ്. ആദ്യം പ്രലോഭനങ്ങൾ നൽകി പിന്തിരിപ്പിക്കാൻ നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇതുപോലെ സത്യപ്രചരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല പ്രലോഭനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നൽകിയിട്ടുണ്ട്. അതിന് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ അവർ പ്രകോപനത്തിന്റെ രീതി സ്വീകരിക്കും. പ്രകോപനം കൊണ്ടും തങ്ങളുടെ ലക്ഷ്യം നേടുക സാധ്യമല്ലെന്ന് വരുമ്പോൾ അവർ പരിഹാസത്തിന്റെ വഴി സ്വീകരിക്കും. ആ വഴിയും പാടെ പരാജയപ്പെടുമ്പോൾ അവർ അക്രമത്തിന്റെ, സംഹാരത്തിന്റെ വഴി സ്വീകരിക്കും. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. ലോകത്ത് കടന്നു വന്നിട്ടുള്ള സകല സത്യവിശ്വാസികളുടെയും പ്രബോധന ജീവിതത്തിൽ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകും. ആദ്യം അവർ പ്രലോഭനങ്ങളാണ് നൽകുക, ഇന്ന വാഗ്ദാനങ്ങൾ നൽകും. അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി സത്യപ്രബോധകരെ നിശബ്ദരാക്കുവാനുള്ള ശ്രമങ്ങൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ നൽകിയിട്ട് സത്യത്തിന്റെ വെളിച്ചം, സത്യത്തിന്റെ ശബ്ദം അത് നിലക്കാനും വെളിച്ചം കെടുത്തുവാനുമുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ, അതിന്റെ ഉദാഹരണങ്ങൾ യഥേഷ്ടം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മൂസാ നബിയുടെ ചരിത്രം തന്നെ അതാണ് ബോധ്യപ്പെടുത്തുന്നത്. മൂസാ നബിയുടെ ചരിത്രത്തിൽ അത് നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. ഇവിടെ ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് തടസ്സം സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് അബൂ താലിബിനെ പിടിച്ചുകൊണ്ടാണ്. അബൂ താലിബാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
ദീർഘമായ 40 വർഷത്തെക്കാൾ കൂടുതൽ 40-ലേറെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഭയം നൽകിയിട്ടുള്ളത്, ഭൗതികമായ അഭയം നൽകിയിട്ടുള്ള ആള് അബൂ ത്വാലിബാണ്. അയാൾ മുശ്രിക്കാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധന രംഗത്തുണ്ടായ പീഡനം അനുഭവിക്കുമ്പോഴൊക്കെ നബിക്ക് ഒരു താങ്ങായി, ഒരു ബലമായി സപ്പോർട്ട് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന ആളാണ് അബൂ ത്വാലിബ്. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, അബൂ താലിബിന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ഏറെ സങ്കടമാണ്. ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് നബിയെ സംരക്ഷിക്കാൻ. ശുഐബ് അബീ ത്വാലിബിൽ, അതിൽ നിന്ന് ചരിത്രത്തിൽ വഴിയ വരും, ശുഐബ് അബീ ത്വാലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ബഹിഷ്കരിച്ചപ്പോൾ ദീർഘമായ 3 വർഷക്കാലം ശുഐബ് അബീ ത്വാലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പട്ടിണി കിടന്ന് പോലും നബിക്ക് സംരക്ഷണം നൽകിയിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ അബൂ താലിബ് സഹിച്ച ത്യാഗമൊന്നും നമ്മൾ സഹിച്ചിട്ടുണ്ടാവില്ല. അയാൾ മുശ്രിക്കാണ്, പക്ഷെ ആ ത്യാഗങ്ങൾക്കൊന്നും ഒരു ഫലവുമില്ലാതെയായി ദീർഘമായ കാലം പ്രയാസങ്ങൾ അനുഭവിച്ചു. പക്ഷേ നരകത്തിലാണ്. ഈ സത്യസന്ദേശം ഉൾക്കൊള്ളാൻ സാധിക്കാതെയാണ് അയാൾ കണ്ണടച്ചു പോയത്. എന്നാൽ ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നടന്നിട്ടുള്ള സകലമാന സൈനികമായ പടയോട്ടങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിച്ച ആളാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു 20-ലേറെ വർഷക്കാലം, നീണ്ട 2 പതിറ്റാണ്ടിലേറെ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, വിശ്വാസികൾക്കെതിരെ സൈനികമായ പടയോട്ടം നടത്തുക മാത്രമല്ല, അതിന്റെ സകലമാന നേതൃത്വവും വഹിച്ച ആളാണ്. പക്ഷെ അവസാനം അദ്ദേഹത്തിന് ഇത് സത്യം സ്വീകരിക്കുവാനുള്ള തൗഫീഖ് ലഭിക്കുന്നു. അദ്ദേഹം വിശ്വാസിയായി. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ തെർലിയത്തോടുകൂടെയാണ് അനുസ്മരിക്കുന്നത്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ഒരു ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബൂ ത്വാലിബിന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. അതോടൊപ്പം ഈ ഒരു ഹിദായത്ത് ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. നമുക്ക് കാര്യമായ അധ്വാനമൊന്നും ഇല്ലാതെ ഈ ആദർശം ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖും സാഹചര്യവും സന്ദർഭങ്ങളും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് അപാരമായ ഒരു നിഅമത്താണ്, പകരം വെക്കാൻ സാധിക്കാത്ത ഒരു നിഅമത്താണ്. നമ്മക്കാളേറെ വിദ്യാഭ്യാസവും ബുദ്ധിയും സാമർഥ്യമുള്ള എത്രയോ ആളുകൾ മനുഷ്യ ദൈവങ്ങളുടെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റുകൾക്ക് പേറി മുതുകൊടിയാൻ മാത്രമുള്ള സർട്ടിഫിക്കറ്റ് അവർക്കുണ്ടാവും. പക്ഷേ ഈ ഒരു തൗഫീഖ് കിട്ടാതെ പോകുന്നു. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനെ എത്രമേൽ ശുക്ർ ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യം വരിക. അബൂ താലിബിനെ സന്ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞത്, മുഹമ്മദ്, ഞാൻ അവരുടെ ഭാഷയിലാണ് പറയുന്നത്, മുഹമ്മദ്, നമ്മുടെ ശൈലിയല്ല, മുഹമ്മദ് ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറയുന്നു, ബന്ധങ്ങൾ തകർക്കുന്നു, കുടുംബങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു, നമ്മുടെ ആരാധ്യ വസ്തുക്കളെ കുറ്റം പറയുകയും ഞങ്ങളെ വിഡ്ഢികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മുഹമ്മദിനെ നിങ്ങൾ നിയന്ത്രിക്കണം, ഈ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാൻ പറയണം എന്ന് അബൂ താലിബിനോട് അവർ ചെന്ന് പറഞ്ഞു. ഒരു വേള അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട്, ഇങ്ങനെ നിന്റെ സഹോദരങ്ങൾ വന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നിനക്കൊതൊന്ന് നിർത്തിക്കൂടെ എന്ന അർത്ഥത്തിൽ ഒരു വേള സംസാരിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് നൽകിയ അതിധീരമായ ഒരു മറുപടിയുണ്ട്. ഏതൊരു പ്രബോധകനും സദാസമയവും ഇടനെഞ്ചിൽ കൊണ്ട് നടക്കേണ്ടുന്ന ഒരു പ്രസ്താവനയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂര്യനിലേക്ക് ചൂണ്ടിയിട്ട് റസൂലുള്ള പറഞ്ഞു, ആ സൂര്യനിൽ പോയിട്ട് ആ സൂര്യനിൽ നിന്ന് ഒരു ചൂട്ട് കത്തിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ തന്നാലും ഈ സത്യമത പ്രബോധനത്തിന്റെ മേഖലയിൽ നിന്ന് ഒരു അളവ് ഞാൻ പിറകോട്ട് പോകുകയില്ല എന്ന്
അതിധീരമായ ഒരു നിലപാട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, നീ പറയുന്ന കാര്യങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോയിക്കോളൂ, നിനക്ക് ഞാൻ എല്ലാവിധ പിന്തുണയും പിമ്പലവും നൽകാം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ താലിബ് പറഞ്ഞു. ഈ ചരിത്രം പറയുമ്പോൾ പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത് വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ഞാൻ ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറുകയില്ല. ഒന്നുകിൽ ഈ ഒരു സത്യപ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ച് എനിക്ക് കണ്ണു നിറയെ കാണാൻ സാധിക്കണം, അല്ലെങ്കിൽ ഈ പ്രബോധന വഴിയിൽ ഞാൻ പിടഞ്ഞു മരിക്കണം. ഇതല്ലാതെ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്നാണ് ഈ ചരിത്ര ശകലം, ഈ ഭാഗം പരാമർശിക്കുമ്പോൾ പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗം. പക്ഷേ ആ ഒരു പരാമർശം സ്വഹീഹായ കാര്യമല്ല, അത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമല്ല. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യം ഇതാണ്. സൂര്യനിൽ പോയി അവിടെ നിന്നൊരു ചൂട്ട് കത്തിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ എന്റെ കയ്യിൽ തന്നിട്ട് പറയാണ്, മുഹമ്മദ് ഈ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വിരാമം കുറിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാലും, അങ്ങനൊരു സാഹസികത നിങ്ങൾ ചെയ്താൽ പോലും ഞാൻ എന്റെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നമേയില്ല എന്നൊരു അതിധീരമായ നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. സമാനമായ പ്രബോധന രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സമാനമായ ധീരമായ നിലപാടുകൾ, ഉറച്ച നിലപാടുകൾ എടുക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതുപോലുള്ള ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി അവർ ചെയ്ത കാര്യം, ഞങ്ങൾ ഇമാറബിനുൽ വലീദ് എന്ന് പറയുന്ന ഖുറൈശികളിലെ അറബികളിലെ ഏറ്റവും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ അബൂ താലിബായ നിങ്ങൾക്ക് ഞങ്ങൾ തരാം, അതിന് പകരം നിങ്ങൾ മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. നിങ്ങൾക്കിപ്പോ മുഹമ്മദ് നഷ്ടപ്പെടുന്നില്ല, ബേജാറാണല്ലോ. അതിന് മുഹമ്മദിനെ പോലെ സുന്ദരനായ നല്ല ഒരു ചെറുപ്പക്കാരനാണ് ഇമാറ ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന ഒരാളെ, ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് ഞങ്ങൾ തരാം, പകരം മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ശത്രുക്കൾ വന്ന് സംസാരിച്ചു. നോക്കൂ നിങ്ങൾ, എന്തൊരു അന്തല്ലാത്ത വർത്തമാനമാണിത്. സ്വന്തം കുട്ടിനെ വിട്ടുകൊടുത്തിട്ട് ആ കുട്ടിനെ കൊല്ലുക, അതിന് പകരം വേറൊരാളെ അബൂ താലിബ് സംരക്ഷിക്കുക. ഒരു പ്രസ്ഥാനത്തോടോ ഒരു വ്യക്തിയോടോ വിരോധം മൂത്ത് പാകമായാൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ വരും. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന അവബോധം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടും. അബൂ താലിബ് അതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്, എന്ത് തരംതാഴ്ന്ന വിലപേശലാണിത്. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഒരാളെ തരിക, നിങ്ങളുടെ ഒരു കുട്ടിയെ എനിക്ക് തരിക, എന്നിട്ട് അവനെ ഞാൻ പോറ്റി വളർത്തുക, എന്റെ കുട്ടിയെ നിങ്ങൾക്ക് ഞാൻ കൊല്ലാനും വിട്ടുതരിക, ഇതെന്തൊരു വിലപേശലാണ് എന്ന് അബൂ താലിബ് പ്രതികരിക്കുകയും അതൊരിക്കലും ഉണ്ടാകുകയില്ല, മുഹമ്മദിനെ ഞാൻ വിട്ടുതരുന്ന പ്രശ്നമേ ഉണ്ടാകുന്നില്ല എന്ന് അബൂ താലിബ് പ്രതികരിക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്നതിൽ അബൂ താലിബ് മാത്രമല്ല, ഹാഷിം കുടുംബത്തെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകുവാൻ ഹാഷിം കുടുംബത്തെ പോലും അബൂ താലിബ് സജ്ജമാക്കി. അബൂ താലിബിന്റെ കൂടെ അബൂ ലഹബ് ഒഴികെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിന്നു. അതൊരു അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പ്രബോധനം ചെയ്യുന്നത്? ഈ ആളുകളുടെ ആരാധനാ രീതികൾ ശരിയല്ല, ഇവരുടെ വിഗ്രഹാരാധന ശരിയല്ല, ഇവരുടെ ജീവിത രീതികൾ ഒട്ടും ശരിയല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇത് പറയുന്ന നബിക്ക് സംരക്ഷണം നൽകുന്നത് ഈ ഒരു വിശ്വാസമൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളാണ്.
അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ആത്മാർത്ഥമായി നമ്മൾ പ്രബോധനം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിചാരിതമായ മാർഗത്തിലൂടെ നമുക്ക് സംരക്ഷണം നൽകും എന്ന പാഠമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആരാധനകൾ, നിങ്ങളുടെ വിഗ്രഹാരാധനകൾ ശരിയല്ല എന്നാണ് റസൂൽ പറയുന്നത്. അതേ വിഗ്രഹാരാധനകൾ നടത്തുന്ന നബി കുടുംബം തന്നെയാണ് നബിക്ക് ഈ ഭാഗത്ത് സംരക്ഷണം കൊടുക്കുന്നത്. ഈ രീതിയിലുള്ള സംരക്ഷണങ്ങളും അവിചാരിതമായ മാർഗത്തിലൂടെ വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ള സംരക്ഷണങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമായി പണ്ഡിതന്മാർ പറയുന്നത്. മൂന്നാമതായി ശത്രുക്കൾ ചെയ്തിരുന്ന ശാരീരികമായ ഉപദ്രവങ്ങളെ കുറിച്ച് വഴിയെ ഞാൻ പറയാം. മൂന്നാമതായി അവർ ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തെ വികൃതമാക്കാൻ ശ്രമിച്ചു എന്നതാണ്. നബിയെ കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ അവർ പാടുപെട്ട് അധ്വാനിച്ചു. അതിൽ പ്രധാനിയാണ് അൽ വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്നത്. വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്നത് ഖുറൈശി അറബികളിലെ ഏറ്റവും നിപുണനായ സാഹിത്യകാരനാണ്. കവിതയും ഗദ്യവും പദ്യവും അതെല്ലാം അതിന്റെ എല്ലാ ഇനങ്ങളും നന്നായി അറിയുന്ന, നന്നായി പഠിച്ചിട്ടുള്ള വലിയ ഒരു അറബി സാഹിത്യകാരനാണ് അൽ വലീദ് ഇബ്നുൽ മുഗീറ. ഹജ്ജിന്റെ മൗസിം സീസണായപ്പോൾ ആളുകൾ അയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതാ ഹജ്ജിന് വരികയാണ് ആളുകൾ. അപ്പൊ ആളുകളോടൊക്കെ മുഹമ്മദ് പോയി ഈ ദീനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് പറയും. അതവർ കേട്ട് സ്വീകരിച്ചു പോയാൽ ഇസ്ലാം മക്കൾക്ക് പുറത്തും പ്രചരിക്കും. അതുകൊണ്ട് ഇവിടെ ഹജ്ജിന് വരുന്ന ആളുകൾ മുഹമ്മദിന്റെ കെണിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെല്ലാവരും മുഹമ്മദിനെ കുറിച്ച് ഒരേ കാര്യമാണ് എല്ലാവരും പറയേണ്ടത്. എല്ലാവരും പറയുന്ന ഒരേ ആരോപണമായിരിക്കണം. അതെന്താണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അവസാനം വലീദ് പറഞ്ഞത് നമുക്ക് സാഹിറാണെന്ന് പറയാം, മാരണക്കാരനാണെന്ന് പറയാം. ആ ഒരു തീരുമാനത്തിലാണ് അവർ എത്തിയത്. കാരണം ഇതിനൊരു വലിയ വമ്പിച്ച വശീകരണ ശേഷിയുണ്ട് ഖുർആൻ. അതുകൊണ്ട് മാരണക്കാരനാണെന്ന് പറഞ്ഞാൽ അത് ആളുകൾ സ്വീകരിച്ചു കൊള്ളും എന്നാണ് അവൻ പറഞ്ഞത്. ഇത് സംബന്ധമായി ഖുർആനിലെ അൽ മുദ്ദസിറിന്റെ 11 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ഇത് സംബന്ധമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. ഒരു വേള വലീദ് ഇബ്നു മുഗീറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അയാൾ സ്വീകരിച്ചില്ല. അയാളുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം കാരണം അയാൾ ആ അസത്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇതിന്റെ പ്രചരണത്തിന് തടയിടാനായി അയാൾ പറഞ്ഞത്, നിങ്ങൾ മുഹമ്മദിനെ സാഹിറാണെന്ന് പരിചയപ്പെടുത്തിയാൽ മതി എന്നാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ സാഹിർ എന്ന പ്രചരണത്തിന് കൂടുതൽ പ്രചാരം നൽകിയത്. ഇങ്ങനെയുള്ള തെറ്റായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും തെറ്റായി വികൃതമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അതിതീവ്രമായ രീതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സത്യം മനസ്സിലാക്കി ആളുകൾ ദീനിലേക്ക് കടന്നു വരുന്നുണ്ട്. ആളുകൾ ദീനിലേക്ക് കടന്നു വരുവാനുള്ള ഒരു കാരണം പറയുന്നത് ശത്രുക്കളുടെ ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങളായിരുന്നു എന്നാണ്. നബിയെ കുറിച്ച് സാഹിറാണ്, ഭ്രാന്തനാണ് നിങ്ങൾ പ്രചരിച്ചപ്പോ ചില നിഷ്കളങ്കരായ ആളുകൾ അങ്ങനെ ഭ്രാന്തനാണെങ്കിൽ അത് ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ എനിക്ക് കഴിയും, ഭ്രാന്തിന് ചികിത്സ നടത്തിയിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരിത് കേട്ടപ്പോ സത്യസന്ധരാൻ, നിഷ്കപടരാൻ. അത് കേട്ടപ്പോ അവർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് ഞാൻ അദ്ദേഹത്തെ ചികിത്സിക്കും, അല്ലാഹു തആല ഞാൻ വഴി ആ മുഹമ്മദ് അദ്ദേഹത്തിന് ശമനം നൽകും എന്ന് പറഞ്ഞ് നബിയെ ചികിത്സിക്കാൻ വന്നിട്ടുള്ള ആളുകളുണ്ട്.
ലിമാദുൽ അസ്ദി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെയുള്ള ദുരാരോപണങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ലൗ അന്നി റഅയ്തു ഹാദർ റജുല ലഅല്ലല്ലാഹു യശ്ഫിയഹു അലാ യദി. ഈ ആളെ അഥവാ നബിയെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ ഭ്രാന്തിന് ഞാൻ ചികിത്സ നൽകി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കരങ്ങളാൽ അദ്ദേഹത്തിന് ശമനം നൽകിയേക്കാം. നോക്കൂ നിങ്ങൾ, ഞാൻ ശമനം നൽകുന്നല്ല പറയണത്, എന്റെ കരങ്ങളാൽ അള്ളാഹു ശിഫ കൊടുത്തേക്കും. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്നർത്ഥം. മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ അല്ലേ എന്നാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ച. വിശ്വാസമുണ്ട്, അതാ പറഞ്ഞത്, എന്റെ കരങ്ങളാൽ ഈ മുഹമ്മദിന് അല്ലാഹു തആല ശമനം നൽകും. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ ഭ്രാന്ത് ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടു നിൽക്കണമെങ്കിൽ തുല്യതയില്ലാതെ ക്ഷമമാണ്, ലഭിക്കുക കഴിയുള്ളൂ. നിങ്ങൾ ഭ്രാന്തനോ, ഞാൻ ചികിത്സ മാറ്റി തരാന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കേട്ടു നിന്ന ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു എന്ന് പറയുന്ന എല്ലാ ഖുതുബയുടെയും ജുമുഅ ഖുതുബയുടെയും മുഖവുരയായി നമ്മൾ പറയുന്ന ഖുതുബത്തുൽ ഹാജ എന്നാണ് അതിന് പറയാം. ആ ഖുതുബത്തുൽ ഹാജ അതിന് ചൊല്ലിക്കൊടുത്തു നബി. അതേ ചെയ്തോളൂ, ഖുതുബത്തുൽ ഹാജന് ചൊല്ലിക്കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഇദ്, ഒന്നും കൂടി ചെല്ലൂന്നാണ്. വീണ്ടും ചൊല്ലി, അഇദ്, ഒരു തവണ കൂടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ഇത് മാത്രം അങ്ങ് ചൊല്ലിക്കൊടുത്തു. അതിന് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്, ലഖദ് ബലഗത് ഖാമൂസൽ ബഹർ. ഈ പറഞ്ഞ കാര്യങ്ങളുടെ, ഈ പറഞ്ഞ ഇന്നൽ ഹംദലില്ലാ എന്ന് പറയുന്ന ഈ ഒരു കാര്യം, ഈ ഒരു വാചകങ്ങൾ, അത് സമുദ്രത്തിന്റെ അടിത്തട്ടിനെ പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ അഗാധമായ ആശയമുള്ള കാര്യങ്ങളാണ് ഇത് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും ആ സ്പോട്ടിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ഭൗതികമായ കാരണം എന്താ? ശത്രുക്കളുടെ ദുഷ്പ്രചരണമാണ്. പുറത്ത് നബീനെ മജ്നൂനാണ് എന്ന് പറഞ്ഞ് ആ വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി അത് കേട്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ചികിത്സിച്ച് സുഖപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ വന്നതാണ്. അങ്ങനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ധിച്ചു, നബിയുമായി സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈ ഇന്നൽ ഹംദ എന്ന് തുടങ്ങുന്ന ഖുതുബത്തുൽ ഹാജ അത് 3 തവണ അങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. കാരണം ആ വാചകം, നമ്മളെ പറയുന്ന മുഖവരുണ്ടല്ലോ, ദീനിന്റെ മൗലികമായ എല്ലാ വിഷയങ്ങളും അതിലുണ്ട്. അത് നമ്മൾ വേറെ ക്ലാസ് പഠിക്കേണ്ടതാണ്. അത് കാണാതെ പഠിക്കണം നമ്മളെല്ലാവരും. അതും അതിന്റെ ആശയം ശരിക്കും കാണാതെ പഠിക്കേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പീഡനങ്ങളും ദുഷ്പ്രചരണങ്ങളും സജീവമായി നിന്നിരുന്ന സമയത്തുണ്ടായ ഒരു കാര്യമാണ്. ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ മതി, അത് തന്നെ കണക്കാക്കാൻ കഴിയാത്ത നിഅമത്താണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ, താങ്കൾ കാരണമായി ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത് ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ 10,000 മുടക്കി സമ്മേളനങ്ങളൊക്കെ വെക്കുമ്പോൾ ആളുകൾ പറയും, എന്തിനാ അത്ര കാശ് കൊടുത്ത് സമ്മേളനം നടത്തണം? ഒരാൾക്കത് വഴി ഹിദായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാവുന്ന വേറൊരു കാര്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ ചരിത്രം പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രധാന കാര്യം, പരോക്ഷമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് മനസ്സ് മുക്തമായാൽ ഏതൊരാൾക്കും വിശ്വാസിയാകാൻ പറ്റും. അതായത് ഒരാൾ വിശ്വാസിയാകാൻ അയാളുടെ മുമ്പിൽ വേറൊരു സമ്മർദ്ദമില്ല, ആരെയും പേടിയോ വേറെ ഭൗതികമായ ഒരു സമ്മർദ്ദവും ഇല്ല എങ്കിൽ മനുഷ്യൻ അവന്റെ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങും. മനുഷ്യന്റെ ശുദ്ധ
പ്രകൃതം എന്ന് പറയുന്നത് ദീനാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഈ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടക്കുന്ന വേളയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളാണ് അംർ ഇബ്നു അബസ റളിയല്ലാഹു തആല അൻ. അദ്ദേഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് നബിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? റസൂൽ പറഞ്ഞു, ഞാൻ നബിയാണ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ നബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഈ നബി, അല്ലെങ്കിൽ നബി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ഒരു ദൂതനാണ് ഞാൻ. എന്താണ് അല്ലാഹു തആല താങ്കൾക്ക് നൽകിയ സന്ദേശം? റസൂൽ പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് നൽകിയ സന്ദേശങ്ങളിൽ ചിലത് ഇതാണ്: കുടുംബ ബന്ധം പാലിക്കണം. ശത്രുക്കൾ നബിനെ കുറിച്ച് പറയുന്നത് കുടുംബം വിച്ഛേദിക്കുന്ന ആളാണ് എന്നാണ്. ഇതേ ആദ്യമായി നബി കേൾക്കുന്നത് തന്നെ കുടുംബ ബന്ധം പാലിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വിഗ്രഹാരാധനയെ എതിർക്കണം, അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഇതാണ് എനിക്ക് നൽകപ്പെട്ട സന്ദേശങ്ങളിൽ അതിപ്രധാനമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന ആദർശം സ്വീകരിച്ചവരായി ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അപ്പൊ റസൂൽ പറഞ്ഞു, അടിമയുണ്ട്, സ്വതന്ത്രനുണ്ട്. അന്ന് ഇത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, അടിമയായി നിലനിൽക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പൊ അടിമകളും സ്വതന്ത്രരായ ആളുകളൊക്കെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും ഈ മതം സ്വീകരിക്കുകയാണ്, ഞാനും ഇത് ഫോളോ ചെയ്യാൻ, ഇതിനെ പിൻപറ്റാൻ ഞാനും ഒരുക്കമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വെച്ച് ദീൻ സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, താങ്കൾ ഇപ്പോൾ മക്കയിൽ നിൽക്കണ്ട, നിങ്ങൾ കുടുംബത്തിലേക്ക് പോയിക്കോളൂ. എന്നിട്ട് അവിടെ ചെന്നിട്ട് എനിക്ക് ഈ പ്രബോധന രംഗത്ത് വിജയം ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. അങ്ങനെ അവിടെ പോയിട്ട് അദ്ദേഹം ദഅവത്ത് നടത്തി. സമാനമായ സംഭവത്തിന്റെ ഇതിനെ തുടർന്ന് വേറൊന്നും കൂടെ വരുന്നുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് അതിലെ പാഠങ്ങൾ നമുക്ക് പറയാം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളിൽ ചിലതും കൂടെ പറയാം. അത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂദറുൽ ഗിഫാരി എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ നമസ്കാരമൊക്കെ നിർവഹിച്ചിരുന്ന ആളാണ് എന്നാണ്. ഏത് നമസ്കാരം? അഥവാ അവരൊക്കെ ഇബ്രാഹിം നബിന്റെ ആളുകളാണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വഴി അവർക്ക് കിട്ടിയ അന്നത്തെ ഒരു ആരാധനാ രീതിയുണ്ട്, അതും അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള ആരാധനയാണ്. ആ ആരാധന നിർവഹിച്ചിരുന്ന ആളാണ് മഹാനായ അബൂദറുൽ ഗിഫാരി എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഗിഫാർ ഗോത്രക്കാരനാണ്, മക്കയിൽ നിന്ന് കുറെ അകലെയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടറിഞ്ഞു. അങ്ങനെ അദ്ദേഹം മക്കയിൽ വന്നു. മക്കയിൽ വന്നിട്ട് ഒരാളോടും ചോദിക്കാൻ നിർവാഹമില്ല, ഒരാളോടോ നബിയെ കുറിച്ച് അന്വേഷിക്കാൻ ധൈര്യമില്ല. കാരണം അത്രയും പ്രക്ഷുബ്ധമായ ഒരു സന്ദർഭവും സാഹചര്യവും ഒക്കെയാണ് മക്കയിലുള്ളത്. അങ്ങനെ അദ്ദേഹം മക്കയിൽ വന്ന് അപരിചിതനായ, ആർക്കും പരിചയമില്ല അദ്ദേഹത്തിനും ആരെയും പരിചയമില്ല. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ശ്രദ്ധിച്ചു, അദ്ദേഹത്തെ കണ്ടു. അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാണ്, എന്തിന് വന്നു എന്ന് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അതീവ രഹസ്യമായി സൂക്ഷിച്ച് നിങ്ങൾ വെക്കും എന്ന് ഉറപ്പ് തന്നെങ്കിലേ പറയാൻ പറ്റൂ. അലി റളിയല്ലാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നതിന്റെ ലക്ഷ്യം ഇതാണ്, സത്യം അന്വേഷിച്ച് വന്നതാണ്. ഇവിടെ ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആഗതനായിട്ടുണ്ട്
എന്ന വിവരമറിഞ്ഞു വന്നതാണ്. അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തിൽ വിശ്വസിക്കണം, ഇതാണ് എൻ്റെ യാത്രാ ഉദ്ദേശ്യം എന്ന് അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സാഹസികമായി എത്തിക്കുകയാണ്. ഒന്നിച്ചു പോകാൻ കഴിയില്ല. കാരണം അലി റളിയല്ലാഹു തആല അൻഹു നബിയിൽ വിശ്വസിച്ച ആളാണെന്ന് ഏറെക്കുറെ ആളുകൾക്ക് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോ ഇദ്ദേഹവും ഈ ആളാണ്, ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ധരിക്കും. അങ്ങനെ ഒരു സുരക്ഷിതമായ സന്ദർഭമോ സാഹചര്യമോ അല്ലാത്തത് കൊണ്ട് അവരിങ്ങനെ സാഹസികമായി, അഥവാ അലി റളിയല്ലാഹുവിന് കുറച്ച് മുന്നിൽ നടക്കും. അലി റളിയല്ലാഹു തആലാന്റെ ഒരു പരിചയമില്ലാത്ത രീതിയിൽ ഇദ്ദേഹം കുറച്ച് അകലം പാലിച്ചു കൊണ്ട് നടക്കും. അങ്ങനെ നബിയുടെ അടുത്ത് ചെല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അദ്ദേഹം വിശ്വാസം സ്വീകരിക്കുന്നു. വിശ്വാസം സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജി ഇലാ ഖൗമിക് ഫഅഖ്ബിറുഹും ഹത്താ യഅതിയക അംരി. താങ്കളുടെ ജനതയിലേക്ക് തിരിച്ചു പോകുക, ഗിഫാർ ഗോത്രത്തിലേക്ക് തന്നെ മടങ്ങുക. എന്നിട്ട് ഇവിടുന്ന് മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ താങ്കളുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഹത്താ യഅതിയ അംരി, എന്റെ കാര്യം അഥവാ ഈ ഒരു സത്യപ്രസ്ഥാനത്തിന് വിജയമുണ്ടായിട്ടുണ്ട് എന്ന വാർത്ത കിട്ടുന്നതുവരെ കുടുംബത്തിൽ നിന്ന് ദഅവത്ത് നടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി. മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തൊരു കാര്യം, അദ്ദേഹത്തിന് ദീർഘകാലമായി അദ്ദേഹം പരതിക്കൊണ്ടിരിക്കുന്ന ഈ സത്യസന്ദേശങ്ങൾ കിട്ടിയും അത് ഉൾക്കൊള്ളുവാനൊക്കെ സാധിച്ചതിലുള്ള സന്തോഷം അടക്കാൻ കഴിയാതെ അബൂദർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വർഷങ്ങളായി ഈ സത്യം അന്വേഷിച്ചുകൊണ്ട് അത് പുൽകാൻ വ്യഗ്രത കാണിച്ച് നടക്കുന്ന ഒരാളായിരുന്നു. ഈ സത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അടക്കാൻ കഴിയാത്ത സന്തോഷം, ഉത്കടമായ സന്തോഷം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തി നേരെ അദ്ദേഹം കഅബയുടെ ചാരത്തേക്ക് പോയി. കഅബയുടെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചു. ഞാനിതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പരസ്യമായ വിശ്വാസ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയപ്പോൾ ശത്രുക്കൾ, കഅബയുടെ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ പൊതിഞ്ഞ് പൊതിരത്തല്ലാൻ തുടങ്ങി. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അദ്ദേഹം അത് കണ്ടു. അദ്ദേഹം അന്ന് അവിശ്വാസിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആരാണ് ഈ വ്യക്തി എന്നറിയാം, ഗിഫാർ ഗോത്രക്കാരനാണെന്നറിയാം. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു. അദ്ദേഹത്തെ ശത്രുക്കളിൽ നിന്ന് തള്ളി മാറ്റി അദ്ദേഹത്തെ അടിക്കുന്നതിൽ നിന്ന്, ശരീരോപദ്രവം ഏൽക്കുന്നതിൽ നിന്ന് അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സംരക്ഷണം നൽകി എന്നാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ അറിയുന്നവരുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇത് ഗിഫാർ ഗോത്രക്കാരനാണ്, ഇദ്ദേഹത്തെ നിങ്ങൾ ഉപദ്രവിച്ചാൽ ഇദ്ദേഹത്തിന്റെ നാട്ടിലൂടെ വേണം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പോകണമെങ്കിൽ. അപ്പൊ നിങ്ങളുടെ വ്യാപാരത്തെ അത് പ്രതികൂലമായി ബാധിക്കും, നിങ്ങളുടെ കച്ചവടം മുടങ്ങും, ഇവർ നിങ്ങളോട് പ്രതികാരം ചോദിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ശത്രുക്കൾ ശാന്തരായത് എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോടും ഇതിന് മുമ്പ് പറഞ്ഞ അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹുവിനോടും ഇരുകൂട്ടരോടും റസൂലുള്ളാഹി പറഞ്ഞത് കുടുംബത്തിലേക്ക് തിരിച്ചു പോകുക എന്നാണ്. എന്നിട്ട് അവിടെ പോയി കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്നാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ
ചരിത്രത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് ഗിഫാർ ഗോത്രം മുഴുവൻ വിശ്വാസികളായി മാറി. മുഴുവൻ ഈ ഇദ്ദേഹത്തിന്റെ ഒറ്റ കാരണം വിശ്വാസികളായി മാറി. അവർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പലായനം കഴിഞ്ഞ ശേഷം അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. നമ്മുടെ നാടുകളിൽ ആളുകൾ പറയുന്ന ഒരു ന്യൂനപക്ഷം പറയുന്നൊരു കാര്യമുണ്ട്. ദഅവത്ത് നടത്തണമെങ്കിൽ സകല വിജ്ഞാനങ്ങളിലും മുതബഹിറാകണം. മുതബഹിർ എന്ന് പറഞ്ഞാൽ ബഹിർ എന്ന് നമുക്കറിയാലോ. ബഹിർ എന്ന കടലാണ്. മുതബഹിർ എന്ന് പറഞ്ഞാൽ കടലോളം അറിവുണ്ടാകണം. അത് സാഗര സമാനമായ അറിവുള്ള ആളുകളാണ് ദഅവത്ത് നടത്തേണ്ടത് എന്നാണ്. ദഅവത്ത് നടത്തേണ്ടത് അറിയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ എല്ലാ വിജ്ഞാനങ്ങളും കലക്കി കുടിച്ച ശേഷം മാത്രമേ ദഅവത്ത് നടത്താവൂ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഈ കാര്യം തന്നെ ഇല്ലാതാവും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദഅവത്ത് നടത്തുമ്പോ നമ്മൾ പറയുന്ന കാര്യം അത് സത്യമാണ് നമുക്ക് ബോധ്യപ്പെട്ടതായിരിക്കണം. നമുക്ക് ബോധ്യപ്പെട്ട കാര്യം പറഞ്ഞാൽ മതി. നമുക്ക് ബോധ്യപ്പെടുത്താതെ പറയണ്ട. നമുക്ക് അറിവുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷമേ ഞാൻ എനിക്ക് അറിയുന്നത് പോലും പറയൂ, ആ നിലപാട് ശരിയല്ല. അതാ നമ്മൾ പറയുന്നത്. എല്ലാം പഠിച്ച ശേഷം ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം പോലും ഞാൻ ആളുകളോട് പറയാ, ഇനിയും കുറെ പഠിക്കാണ്ട്, അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ബോധ്യപ്പെട്ട കാര്യം പോലും ഞാൻ പറയൂ എന്നൊരാൾ നിലപാട് സ്വീകരിച്ചാൽ അത് ഈ ദഅവത്ത് തന്നെ കൂമ്പടഞ്ഞു പോകും. അതാണ്ടാകുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ്, നമ്മൾ പറയുന്ന കാര്യം നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതായിരിക്കണം. ആ ബോധ്യപ്പെട്ട കാര്യം ആളുകളോട് പറയണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബൂദർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തന്റെ ഖബീലയിൽ പോയി ദഅവത്ത് നടത്തുമ്പോ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് ലഭിച്ചിട്ടുള്ള മുഴുവൻ വഹിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലല്ലോ. പിന്നീടാണ് റസൂലുള്ളാഹി ഹിജ്റ ചെയ്ത് മദീനയിൽ വെച്ചാണ് നബിയെ കാണുന്നത് പോലും. അപ്പൊ അതാണ് അതിൽ നിന്ന് പഠിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രബോധനം നടത്തിയ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ചില പീഡനങ്ങളെ കുറിച്ച് പറയാം. അത് നമുക്ക് തുടങ്ങി വെക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടുത്ത പീഡനത്തിന് വിധേയനാക്കാൻ തുടങ്ങി. ഒരിക്കൽ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് ഈ കഅബയുടെ പരിസരത്ത് വന്ന് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് സ്വലാത്ത് എല്ലാവർക്കും കഴിയണില്ല. ഈ മുഹമ്മദ് എന്തോ ഒരു അസ്വസ്ഥതയല്ലേ, നമ്മൾ അവരുടെ ഭാഷ ഉദ്ധരിക്കുമ്പോൾ വരുന്നതാണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഭൂമിയിൽ തലവെക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാല് സുജൂദ് ചെയ്യുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കഅബയുടെ പരിസരത്ത് വന്നിട്ട് സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അബൂജഹൽ ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇനിയെങ്ങാനും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ പിരടിക്ക് ഞാൻ ചവിട്ടും. സുജൂദിൽ കിടക്കുമ്പോ പിരടിക്ക് പോയി ഞാൻ ചവിട്ടും, നന്നായി ഞാൻ പരിക്കേൽപ്പിക്കും എന്ന് ശപഥം ചെയ്ത് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് സുജൂദിൽ കിടക്കുന്നത് കണ്ട് നബിയെ ഉപദ്രവിക്കാൻ, പീഡിപ്പിക്കാൻ അബൂജഹൽ ഇങ്ങനെ കടന്നു വരികയാണ്. കടന്നിങ്ങനെ ധൈര്യസമേത നബിയെ ചവിട്ടാൻ വേണ്ടി ഇങ്ങനെ കടന്നു വരുന്ന ആള് പെട്ടെന്ന് പിന്മാറി, പെട്ടെന്ന് പിറകോട്ട് പോയി. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങളെല്ലാം മുമ്പ് വലിയ വർത്താനൊക്കെ പറഞ്ഞിരുന്ന മോഹം ഇങ്ങനെ സുജൂദിൽ കിടക്കുന്നുണ്ട പെരടിക്ക് ചവിട്ടും. അപ്പൊ അയാൾ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചവിട്ടാൻ പോയപ്പോ ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു പ്രത്യേകതരം ജീവികൾ, ഒരു ജീവി അത് എന്നെ റാഞ്ചിക്കൊണ്ടുപോകാൻ വരുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. അതുകൊണ്ട് ഞാൻ പേടിച്ച് പിന്മാറിയതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ പറഞ്ഞത് ശരിയാണ്. അവനെങ്ങാനും എന്റെ പിരടിയിൽ ചവിട്ടാൻ വന്നിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആ മലക്ക് അവന്റെ ശരീരത്തെ ഇങ്ങനെ കഷ്ണം കഷ്ടമാക്കി തുണ്ടം തുണ്ടമാക്കി മാറ്റുമായിരുന്നു എന്ന്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പ്രത്യേകമായ സംരക്ഷണം നൽകിയിട്ടുള്ളത്. ഇതിന്റെ വിശദീകരണം കൂടുതൽ അറിയാൻ സൂറത്ത് അലഖിന്റെ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണം നമ്മൾ പരിശോധിച്ചാൽ മതി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ചാരത്ത് ഇങ്ങനെ നമസ്കരിക്കുമ്പോ അബൂജഹൽ പറഞ്ഞു, ആരാണ് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ഇദ്ദേഹം സുജൂദ് ചെയ്യുമ്പോൾ കഴുത്തിലിടുക? അതാരാ ചെയ്യാന്ന് ചോദിച്ചു. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ പറഞ്ഞു, അഥവാ ഉഖ്ബത്ത് ബിൻ അബി മുആയ്ത് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, അത് ഞാൻ ചെയ്യാം. ആ ഒരു വേണ്ടാവൃത്തി ചെയ്യാൻ അയാളാണ് ഒരുങ്ങിയത്. അങ്ങനെ അയാൾ എവിടെയോ പോയി ഒരു ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല പ്രയാസപ്പെട്ട് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുമ്പോ നബിയുടെ തലയിലിട്ടു. നല്ല ഭാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദിൽ നിന്ന് തല പൊക്കാൻ സാധിക്കുന്നില്ല. ഈ വിവരം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അറിഞ്ഞു. അവർ ഓടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ നിന്ന് ഈ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തല പൊക്കാൻ സാധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞപ്പോ ആ കഅബയുടെ ചാരത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി നബി ഒരു പ്രാർത്ഥന നടത്തി. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ് എന്ന് 3 തവണ റസൂൽ പറഞ്ഞു. അല്ലാഹുവേ, ഖുറൈശികൾക്കെതിരെ നീ നടപടി സ്വീകരിക്കണേ. പൊതുവെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കാറില്ല. ത്വായിഫിൽ പോയപ്പോ അവിടുന്ന് എറിഞ്ഞാട്ടിയ വേളയിൽ ത്വായിഫുകാരെ നശിപ്പിക്കണ്ട എന്നാ പറഞ്ഞത്. മലകളുടെ ചുമതലയുള്ള മലക്കിനെ പറഞ്ഞയച്ച് ഈ ആളുകളെ താങ്കളെ ഉപദ്രവിച്ചത് കാരണം ഈ മല അവരുടെ മുകളിൽ തള്ളി വീഴ്ത്തി അവരെ നശിപ്പിക്കണോ വേണ്ടേ? താങ്കൾ സമ്മതം നൽകിയാൽ നശിപ്പിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞത് അവരെ വേണ്ട, അവരെ നശിപ്പിക്കണ്ട. ഭാവിയിലെങ്ങാനും അവരുടെ പിന്മുറക്കാരിൽ നിന്ന് തൗഹീദ് ഉൾക്കൊള്ളുന്ന ആരെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതാണല്ലോ ഖൈർ എന്ന് പറഞ്ഞ ആ പ്രവാചകനാണ് ഇവിടെ ഈ ആളുകൾക്കെതിരെ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുവേ, എന്നെ ഈ വിധത്തിൽ പീഡിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന ഖുറൈശികൾ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ അവർക്കെതിരെ നീ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളെ പറഞ്ഞ് അവരെ പറ്റി 3 പ്രാവശ്യം അവരെ കുറിച്ച് പരാമർശിച്ച് നബി പ്രാർത്ഥിച്ചു. അത് മൊത്തത്തിൽ പിന്നെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ, അബൂജഹലിനെതിരെ നീ പ്രതികാര നടപടി സ്വീകരിക്കണേ അല്ലാഹുവേ. വഅലൈക ബി ഉത്ബത്ത് ബിൻ റബീഅ, ഉത്ബക്കെതിരെയും നീ നടപടി സ്വീകരിക്കണേ. ഉശൈബ ഇബ്നു റബീഅ, ശൈബക്കെതിരെയും നടപടി സ്വീകരിക്കണേ. ഉത്ബയുടെ മകനായ വലീദിന് നേരെയും നീ നടപടി സ്വീകരിക്കണേ. ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉമയ്യത്ത് ബിൻ ഖലഫിനെതിരെയും നീ നടപടി സ്വീകരിക്കണേ. വഉഖ്ബത്ത് ബിൻ അബീ മുആയ്ത്, അപഹേനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഈ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് ഇട്ടത്, അവനെതിരെയും നീ നടപടി സ്വീകരിക്കണേ അല്ലാഹുവേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ചാരത്ത് നിന്ന് മനമുരുകി അങ്ങ് പ്രാർത്ഥിച്ചു. ഇവർക്ക് പേടിയായി. ഒന്ന്, കഅബയുടെ അടുത്തുനിന്നാണ് പ്രാർത്ഥിക്കുന്നത്. 2,
അവരുടെ ഉള്ളിൽ മുഹമ്മദ് നബി കള്ളനല്ല എന്നവർക്കറിയാം, സത്യസന്ധനാണെന്നറിയാം. അതുകൊണ്ട് അവർക്ക് ഭയമായി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണെന്നും അവർക്കും അറിയാം. അതുകൊണ്ട് ആകെ ബേജാറായി. അവസാനം എന്താ സംഭവിച്ചെന്നോ, ഈ പ്രാർത്ഥന അള്ളാഹു ഖബൂൽ ചെയ്തു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേരെടുത്ത് പറഞ്ഞ ഈ ആളുകൾ മുഴുവനും ബദറിൽ കൊല്ലപ്പെട്ടു. പേരെടുത്ത് പറഞ്ഞ ഈ ആളുകളൊക്കെ ഖുറൈശ് അവരുടെ നേതാക്കളാണ്. ഈ നേതാക്കൾ മുഴുവനും ബദറിൽ മുസ്ലിങ്ങളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ഏറ്റവും നിന്ദ്യമായ പര്യവസാനമാണ് ഉണ്ടായത്. ബദറിൽ ഒരു പൊട്ടക്കിണറ്റിലാണ് ഇവരുടെ ഭൗതിക ശരീരം അടക്കിയത്. അതിന്മേൽ അത്രമേൽ ഒരു നിന്ദ്യത ദുന്യാവ് നിന്നി കിട്ടാല്ല, പരലോകത്ത് വേറുണ്ടാവും. അത്രമേൽ വലിയ നിന്ദ്യതയാണ് അവർക്കുണ്ടായത്. ഒരു പൊട്ടൻ കിണറ്റിൽ അവരുടെ ഭൗതിക ജഡങ്ങൾ കൊണ്ടുപോയിട്ടു. ഒരാളുടേത് ഒഴികെ ഈ കൂട്ടത്തിൽ ഒരാളുടേത് മാത്രം പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ടില്ല. അത് അയാൾ പരിഗണിച്ചതല്ല, അത് നമ്മൾ നേരെ ഈ ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന ആളുടേതാണ്. അയാള് അങ്ങനെ ചത്തിട്ട്, വലിയ തടിയനായിരുന്നു, ചത്ത് ആകെ വീർത്ത്, ശരി വലിയ തടിയില്ലായിരുന്നു, അങ്ങനെ ചത്ത് വീർത്തിട്ട് അതിനെ കൊണ്ടുപോയി കിണറ്റിടുക എന്നുള്ളൊരു ഭാരമായി. അതുകൊണ്ട് അവിടെ തന്നെ ഇട്ടിട്ട് അതിന്റെ മേലെ കുറച്ച് മണ്ണും കല്ലൊക്കെ ഇട്ടിട്ട് അവിടെ പോവുക ചെയ്തത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ പീഡനം നിർവഹിച്ച ആളുകൾക്ക് ഇഹലോകത്തുണ്ടായിട്ടുള്ള അവർക്ക് കിട്ടിയ ശിക്ഷ. ഈ പൊട്ടങ്കിണറ്റിൽ കിടക്കുന്ന ആളുകളെ അവരോട് റസൂലുള്ളാഹ് ചോദിച്ചു എന്നാണ്. അല്ലാഹു തആല അവരോട് പറഞ്ഞു എന്ത് പറഞ്ഞു ചോദിക്കല്ല, എന്ത് പറഞ്ഞു? ഞങ്ങളോട് റബ്ബ് വാഗ്ദാനം ചെയ്ത കാര്യം ഞങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യം നിങ്ങൾക്കും വന്നെത്തിയില്ലയോ? പരലോകമൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ എന്നവരോട് ചോദിച്ചു. ഈ സംഭവമാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കണം. മരിച്ചവര് കേൾക്കുന്നു. അപ്പൊ മരിച്ചവർ കേൾക്കുന്നില്ല തെളിവ് പറയുന്ന സംഭവമാണിത്. അവിടെ എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇതിന് പല വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, ആ പ്രത്യേക സമയത്ത് അവർ കേട്ടു എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം കേൾക്കാൻ വേണ്ടി അവർക്കൊന്നുകൂടെ ജീവൻ കൊടുത്തു എന്നാണ് അതിന്റെ വിശദീകരണത്തിലുള്ളത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു താക്കീദിന്റെ സ്വരം ശത്രുക്കളെ കേൾപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല വീണ്ടും അവരെ ജീവിപ്പിച്ചു എന്നാണ്. അതിനർത്ഥം സദാസമയം അവർ കേൾക്കുമെന്നല്ല, ഇപ്പോൾ അവർ കേട്ടു എന്നാണ്. ആ പ്രത്യേക സമയത്ത് കേട്ടു. അതൊരു പൊതു നിയമമല്ല. മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഹലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എത്ര വലിയ മഹാനായാലും അറിയില്ല, നബി പോലും അറിയില്ല. നബി അറിയുമെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിലേക്ക് കുടിക്കാൻ ചെല്ലുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കുന്ന ആട്ടിയകറ്റുന്നതാണ്. അവർ റസൂലുള്ളാഹി പറയും, അതെന്റെ ആളുകളാണ്. എന്റെ ആളുകളാണെന്ന് നബിക്ക് എങ്ങനെ മനസ്സിലായത്? അവർ വിശ്വാസികൾ തന്നെ. അവർ ഒതുകൊടുത്ത് എന്റെ അടയാളം ഉണ്ടാവും. മുഹമ്മദ് നബിന്റെ ഉമ്മത്തിന് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ കൊണ്ട് നബി തിരിച്ചറിഞ്ഞു. അവർ റസൂലുള്ളാഹിയോട് പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദഥു ബഅദക്, താങ്കളുടെ കാലശേഷം ഈ ദീനിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ഈ ആളുകൾ ഉണ്ടാക്കിയത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ നബി കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന് പറയില്ലല്ലോ. ഇവിടെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നബി കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നബിനോട് ഇങ്ങനെ താങ്കളുടെ വഫാത്തിന് ശേഷം കാലശേഷം ഈ ആളുകൾ ദുന്യാവിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ ബിദ്അത്ത് ചെയ്ത ആളുകളാണ്. ബിദ്അത്ത് ചെയ്ത ആളുകൾക്ക് കൗസറിൽ നിന്ന് കുടിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ നിന്ന് ആട്ടി അകറ്റുമെന്ന് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ഹദീസുകൾ ഇത് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം. ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചു നോക്ക് നിങ്ങൾ, അതൊരു ശിക്ഷയായിരിക്കും. ഈ ദുന്യാവിൽ നടക്കുന്ന എല്ലാം കേട്ടിങ്ങനെ ഖബറിൽ കിടക്കുക എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഈ സംഗീതവും ഡാൻസും നാടകവും സിനിമയും നൃത്തവും
നാട്യങ്ങളും എല്ലാ ഗീബത്തും നമീമത്തും കളവും ഇതൊക്കെ ഫുട്ബോളും ഇങ്ങനെയുള്ള എല്ലാ വൃത്തികേടുകളും കണ്ടും കേട്ടും അറിഞ്ഞ് ഒരാൾ ബർസഖിൽ കിടക്കാന്നാൽ അതിൻ്റെ ഒരു ശിക്ഷയല്ലേ? അപ്പം അത് കേൾക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അത് കേൾപ്പിച്ചു കൊടുക്കുന്നില്ല. നബി എന്നല്ല ഒരാൾക്കും അല്ലാഹു തആല അത് കേൾപ്പിക്കുകയില്ല എന്ന്, മരിച്ചവർ കേൾക്കുകയില്ല എന്ന് വേറെ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അതിൻ്റെ വിശദമായ മേഖലകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഉപദ്രവിച്ച ഒരു കാര്യം, ഒരിക്കൽ നബിയെ സംഘം ചേർന്ന് ശത്രുക്കൾ അടിച്ചിട്ടുണ്ട്. സംഘം ചേർന്ന് നബിയെ അടിച്ചപ്പോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇടപെട്ടുകൊണ്ട് നബിയെ രക്ഷപ്പെടുത്തി. ആ സമയത്താണ് അദ്ദേഹം പ്രസിദ്ധമായ ഈ ഒരു വാക്ക് ചോദിക്കുന്നത്, അത്തഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണ് എന്ന് അത് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുന്നത്? എന്റെ ഇപ്പം മുഹമ്മദ് നബി ചെയ്ത തെറ്റ്, അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? അതിന്റെ പേരിലാണോ നിങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഇടപെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ അതിനിഷ്ഠൂരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ബോധം നശിക്കുമാറ് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അതവിടെ നിൽക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിശക്തമായ പീഡനത്തിന് വിധേയരാക്കിയ ആളാണ് അബൂ ലഹബ്. നബിന്റെ അയൽവാസിയാണ്, പിതൃവ്യനാണ്. അപ്പൊ നബി അതേ അങ്ങേയറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ച ഒരാളാണ്. നബിയുടെ പിതൃവ്യനാണ്, അയൽവാസിയാണ്. അബൂ ലഹബ് എന്നല്ല അവന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. അബ്ദുൽ ഉസ്സ എന്നാണ് അബൂ ലഹബിന്റെ പേര്. അവൻ നിർവഹിച്ചിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെ കുറിച്ചും ഉപദ്രവങ്ങളെ കുറിച്ചും ഒക്കെ വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ന് തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായി നമ്മളുടെ മനസ്സിൽ കൊത്തിയിടേണ്ടുന്ന കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ, അവിടുത്തെ അനുചരന്മാർ ഇതുപോലെയുള്ള, ഇനി നമുക്ക് പരാമർശിക്കാനിരിക്കുന്നത് പോലെയുള്ള കടുത്ത ത്യാഗം സഹിച്ചതിന്റെ പേരിലാണ് നമുക്കൊക്കെ സുഖമായി മുസ്ലിമാകാൻ പറ്റിയിട്ടുള്ളത്, സുഖമായി ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നത്, സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ ഒരു നിഅമത്തിന് ജീവിതം മുഴുക്കെ നമ്മൾ ശുക്ർ കാണിച്ചാലും ഒരിക്കലും അത് പകരമാകില്ല എന്നറിയാം. എങ്കിലും ആവും വിധം അതിന് ശുക്ർ കാണിച്ചും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞും അവൻ കൽപ്പിച്ച വിധത്തിൽ ജീവിച്ചും അവന്റെ ഈ സത്യദീൻ പ്രസരിപ്പിക്കുവാനും നമ്മക്കൊണ്ടാവുന്നതൊക്കെ നിർവഹിക്കുവാനും നമ്മൾ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പാഠം. ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ദീൻ പ്രവർത്തിക്കുവാൻ നമ്മൾ ഇറങ്ങിയാൽ അവിചാരിതമായ മാർഗത്തിലൂടെ അള്ളാഹു താല സംരക്ഷണം നൽകും എന്നും നമ്മളിവിടെ പഠിച്ച ഈ ചരിത്രത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും അതിന്റെ പ്രധാന പാഠമായി നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചും പാലിച്ചും മുന്നോട്ടു പോകുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.